Good morning, guys. Today we are going to discuss about the experimental determination of consistency limits or Atterbuck's limit. I think you know well about the consistency limits such as liquid limit, plastic limit and shrinkage limit. സോ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു 3 ലിമിറ്റ് അത് എക്സ്പെരിമെൻ്റലി ഡിറ്റർമൈൻ ചെയ്യുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. സോ ഫസ്റ്റ് വി ക്യാൻ മൂവ് ടു ദ ഡിറ്റർമിനേഷൻ ഓഫ് ലിക്വിഡ് ലിമിറ്റ്. Liquid limit is the water content at which the soil changes from liquid state to the plastic state. That means soil loses its liquid property or flowing property. സോയിലിന് അതിൻ്റെ ഒരു ഫ്ലോയിങ് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടിട്ട് അതൊരു പേസ്റ്റ് ഫോമിലേക്ക് മാറുന്ന വാട്ടർ കണ്ടന്റിനെ നമ്മൾ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നു. ആൻഡ് ദ കസഗ്രൻ്റെ അപ്പാരറ്റസ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ലിക്വിഡ് ലിമിറ്റ്. അപ്പം ആ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കസഗ്രൻ്റെ അപ്പാരറ്റസിനെ യൂസ് ചെയ്യുന്നു. ആൻഡ് ദിസ് അപ്പാരറ്റസ് കൺസിസ്റ്റിംഗ് ഓഫ് എ ബ്രാസ് കപ്പ്, റബ്ബർ ബേസ്, വൺ ഹാൻഡിൽ ആൻഡ് ഗ്രൂവിങ് ടൂൾസ്. സോ നിങ്ങൾ ആ ഒരു സ്ലൈഡ് നോക്കുക. അപ്പം അതിൻ്റെ അകത്ത് ഫസ്റ്റ് നിങ്ങൾക്കൊരു ലൈൻ ഡയഗ്രാം തന്നിട്ടുണ്ട് അല്ലേ, കസഗ്രൻ്റെ അപ്പാരറ്റസിൻ്റെ ഒരു ലൈൻ ഡയഗ്രാം. അപ്പം അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു റബ്ബർ ബ്ലോക്ക്, ദെൻ വൺ ഹാൻഡിൽ, ദെൻ അതിൻ്റെ അകത്തൊരു ബ്രാസ് കപ്പ്, അതായത് ആ സാമ്പിള് എന്ന് കൊടുത്തേക്കുന്ന ആ സാമ്പിള് വെച്ചിരിക്കുന്നതാണ് ബ്രാസ് കപ്പ്. അപ്പം അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഒറിജിനൽ ഫിഗേഴ്സ്, അതായത് കറക്റ്റ് അതിൻ്റെ ഇമേജും കൂടെ കൊടുത്തിട്ടുണ്ട്. ദെൻ രണ്ട് ഗ്രൂവിങ് ടൂൾ, രണ്ട് ടൈപ്പ് ഗ്രൂവിങ് ടൂൾ കൂടെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നമുക്ക് ഒരു ഹാൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഈ ഒരു ഹാൻഡിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേനും ആ ബ്രാസ് കപ്പ് റൈസ് ചെയ്യുകയും അതുപോലെ തന്നെ ഫോൾ ചെയ്യുകയും ചെയ്യും. ഓക്കെ, റൈസ് ചെയ്യുന്നത് 1 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഫോൾ ചെയ്യുന്നതിൻ്റെ ഡെപ്തും 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. സോ ആ 1 സെൻറ്റിമീറ്റർ നമ്മൾ അഡ്ജസ്റ്റിംഗ് സ്ക്രൂസ് യൂസ് ചെയ്ത് അതിങ്ങനെ 1 സെൻറ്റിമീറ്റർ ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കത് മാറ്റാൻ പറ്റും, പക്ഷെ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിക്വിഡ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ 1 സെൻറ്റിമീറ്റർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി ആ ഒരു സ്ലൈഡിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് ഗ്രൂവിങ് ടൂള് കാണാൻ പറ്റും. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് കസഗ്രൻ്റെ ഗ്രൂവിങ് ടൂൾ. ആ ഇമേജിൽ ഫസ്റ്റ് കാണുന്നത് തന്നെയാണ് കസഗ്രൻ്റെ ഗ്രൂവിങ് ടൂൾ ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ നോർമൽ ഫൈൻ ഗ്രൈൻഡ് സോയിൽസ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ASTM ടൂൾ ആൻഡ് ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ഫോർ സാൻഡി ഫൈൻ ഗ്രൈൻഡ് സോയിൽ. സോ നെക്സ്റ്റ് നമുക്ക് ആ ഒരു എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയറിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങൾ 425 മൈക്രോൺ സീവിൽ കൂടെ പാസ് ചെയ്യുന്ന 120 ഗ്രാം സോയിൽ സാമ്പിൾ എടുക്കുക. ദെൻ വാട്ടർ ആഡ് ചെയ്ത് അതിനെ ഒരു പേസ്റ്റ് ഫോമിലേക്ക് ആക്കുക. സോ വാട്ടർ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുമ്പോഴത്തേനും നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആ ഒരു പേസ്റ്റ് ഫോമിലേക്ക് എത്തുന്നത് നമുക്കറിയാൻ പറ്റും. സോ അങ്ങനെ പേസ്റ്റ് ഫോമിലേക്ക് എത്തിക്കുക. ദെൻ അതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് പേസ്റ്റ് എടുത്ത് നിങ്ങൾ ആ ബ്രാസ് കപ്പിലേക്ക് വയ്ക്കുക. ദെൻ ലെവൽ ചെയ്യുക. അതിനുശേഷം ഗ്രൂവിങ് ടൂള്, നമുക്കിപ്പം നോർമൽ ഫൈൻ ഗ്രൈൻഡ് സോയിലാണ്, സോ വി യൂസ് കസഗ്രൻ്റെ ഗ്രൂവിങ് ടൂൾ. അപ്പോൾ ഈ ടൂള് യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു ഗ്രൂവ് കട്ട് ചെയ്യുക, അതായത് ആ ബ്രാസ് കപ്പിന് സിമ്മട്രിക്കൽ ആയിട്ടുള്ള ഗ്രൂവ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യുക. ഈ റൊട്ടേഷൻ മീൻസ് എന്താണ്? 360 ഡിഗ്രി ആംഗിൾ ഫോർമേഷൻ ആണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് ഹാഫ്, അതായത് 180 ഡിഗ്രി റൊട്ടേഷൻ നടക്കുമ്പോഴത്തേനും ആ ബ്രാസ് കപ്പ് 1 സെൻറ്റിമീറ്റർ റൈസ് ചെയ്യുകയും നെക്സ്റ്റ് 180 ഡിഗ്രി റൊട്ടേഷൻ വരുമ്പോഴത്തേനും അത് 1 സെൻറ്റിമീറ്റർ ഡെപ്തിലേക്ക് ഫോൾ ചെയ്യുകയും ചെയ്യും. ഈ ഒരു റൈസ് ആൻഡ് ഫോൾ ചേർന്നിട്ടാണ് നമ്മൾ 1 റൊട്ടേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദറ്റ് റേറ്റ് എന്ന് പറയുന്നത്, ആ ഒരു റേറ്റ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് 2 പെർ സെക്കൻഡ് ആണ്. അതായത് 2 റൊട്ടേഷൻ ആണ് പെർ സെക്കൻഡ് നിങ്ങൾ ചെയ്യേണ്ടുന്നത്.
ഇനി നിങ്ങളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും അതിൻ്റെ നമ്പർ ഓഫ് റൊട്ടേഷൻസ് നമുക്ക് അതിൻ്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് ആ അപ്പാരറ്റസിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന റൊട്ടേഷൻ അതിൻ്റെ അകത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി റീഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് വായിച്ചെടുക്കാൻ പറ്റും. ദെൻ നമ്മൾ ഈ റൊട്ടേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം എവിടെയെങ്കിലും നമ്മൾ ആ കട്ട് ചെയ്ത ഗ്രൂവിൽ എവിടെയെങ്കിലും ഒരു 12 mm ലെങ്തിൽ ആ ഗ്രൂവ് അടുത്ത് ചേർന്ന് വരികയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് എക്സ്പെരിമെൻ്റ് നിർത്താൻ പറ്റും. ദെൻ അതിൽ നിന്ന് കുറച്ച് സോയിൽ സാമ്പിൾ എടുത്തിട്ട് ഓവൻ ഡ്രൈയിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കുക. ഈ ഒരു എക്സ്പെരിമെൻ്റ് തന്നെ സെയിം സോയിൽ സാമ്പിളിൽ തന്നെ നിങ്ങൾ ഡിഫറെൻറ്റ് വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്തിട്ട് ഈ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ അതിൻ്റെ താഴത്തെ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നിങ്ങൾ നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഇമേജസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പം എ എന്ന് പറഞ്ഞ ഫിഗർ നോക്കുക, ആ ഇമേജ് നോക്കുക. അപ്പം അതിൻ്റെ അകത്ത് സോയിൽ സാമ്പിൾ എടുത്ത് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇവാപ്പറേറ്റിംഗ് ഡിഷിൻ്റെ അകത്തേക്ക്. ദെൻ അതിൻ്റെ അടുത്തായിട്ട് കസഗ്രൻ്റെ അപ്പാരറ്റസ് ഉണ്ട്, ഗ്രൂവിങ് ടൂൾ ഉണ്ട്, ദെൻ വാട്ടർ കണ്ടന്റ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള മെറ്റാലിക് പ്ലേറ്റ് ഇരിപ്പുണ്ട്. ദെൻ ബി ഫിഗർ നോക്കുക. ബി ഫിഗർ ആയപ്പോഴത്തേനും നമ്മൾ കുറച്ച് എമൗണ്ട് ആ സോയിൽ പേസ്റ്റ് എടുത്ത് കസഗ്രൻ്റെ അപ്പാരറ്റസിൻ്റെ ബ്രാസ് കപ്പിലേക്ക് വെച്ചു. ദെൻ സി ഫിഗർ വന്നപ്പോഴത്തേനും അതിൻ്റെ അകത്ത് ഗ്രൂവിങ് ടൂൾ വെച്ചിട്ട് നമ്മൾ സിമെട്രിക്കലായിട്ട് ഗ്രൂവ് കട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഫിഗറിൽ കറക്റ്റ് ആ ഒരു റൊട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം ആ ഒരു 12 mm ആ ഗ്രൂവ് തമ്മിൽ ചേർന്നിരിക്കുന്നു. ദെൻ ആ ഡി ഫിഗർ കറക്റ്റ് അതിൻ്റെ അകത്ത് ആ 12 mm അടുത്തത് കറക്റ്റ് ഒന്ന് മെഷർ ചെയ്ത് ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ് മൂവ്സ് ടു ദ ഒബ്സർവേഷൻ ആൻഡ് കാൽക്കുലേഷൻസ്. സോ ഈ ഒരു എക്സ്പെരിമെൻ്റ് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴത്തേനും നമ്മൾ കുറേ വാട്ടർ കണ്ടന്റ് ഒഴിച്ച് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ വാട്ടർ കണ്ടന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അത്രയും നമ്പർ ഓഫ് ബ്ലോസും കിട്ടും. സോ യു ഹാവ് ടു പ്ലോട്ട് വൺ ഗ്രാഫ്, അതായത് സെമി ലോഗ് ഗ്രാഫ് എടുത്തിട്ട് നിങ്ങളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക യൂസിങ് വാട്ടർ കണ്ടന്റ് ആസ് ഓർഡിനേറ്റ് മീൻസ് അതിൻ്റെ വൈ ആക്സിസ് ആണ്. ഓക്കെ, അപ്പോൾ വൈ ആക്സിസ് നിങ്ങൾ വാട്ടർ കണ്ടന്റ് ആക്കിയും എക്സ് ആക്സിസ്, അതായത് എക്സ് ആക്സിസ് നിങ്ങൾ നമ്പർ ഓഫ് ബ്ലോസും കൊടുക്കുക. എന്നിട്ട് നിങ്ങളൊരു ഗ്രാഫ് വരയ്ക്കുക. ആൻഡ് ദാറ്റ് ഗ്രാഫ് ഈസ് നോൺ ആസ് ഫ്ലോ കർവ്, and which is approximately a straight line, and the slope of this flow curve is known as flow index. Then according to this experiment, according to this Casagrande experiment, the water content corresponding to 25 number of blows is called liquid limit. അതായത് 25 പ്രാവശ്യം നമ്മൾ ബ്ലോസ്, അതായത് ആ ഒരു റൊട്ടേഷൻ 25 പ്രാവശ്യം നമ്മൾ കൊടുക്കുമ്പോഴത്തേനും കറസ്പോണ്ടിങ് കിട്ടുന്ന വാട്ടർ കണ്ടന്റ്, അതിനെയാണ് നമ്മൾ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദിസ് എക്സ്പെരിമെൻറ്റ്. സോ സീ ദ ഗ്രാഫ്. അതിൻ്റെ അകത്തൊരു ഫ്ലോ കർവിൻ്റെ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഗ്രാഫും ഒന്ന് തന്നെയാണ്. ഇപ്പം ഏതെങ്കിലും ഒരു ഗ്രാഫിലേക്ക് നോക്കുക, സെക്കൻഡ് ഗ്രാഫിലേക്ക് നോക്കുക. അതിൽ നമ്പർ ഓഫ് ബ്ലോസും വാട്ടർ കണ്ടന്റും വെച്ചിട്ട് സെമി ലോഗ് ഗ്രാഫ് പ്ലോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ ഇപ്പം നമ്പർ ഓഫ് ബ്ലോസ്, അതായത് നമ്മൾ നമ്പർ ഓഫ് ബ്ലോസ് മീൻസ് ആ റൊട്ടേഷൻ നമ്മൾ 10 times കൊടുത്തു. അപ്പോൾ 10 times കൊടുത്തപ്പോഴത്തേനും നിങ്ങൾ എക്സ് ആക്സിസും വൈ ആക്സിസും നോക്കിക്കോളുക. 10, 20, 30, 40, 50 എന്ന് പറഞ്ഞിട്ടാണ് ആക്സിസിൽ നമ്മൾ റീഡിങ് കൊടുത്തേക്കുന്നത്, അപ്പം സ്കെയിൽ കൊടുത്തേക്കുന്നത്. അപ്പം നമ്പർ ഓഫ് ബ്ലോസ് നമ്മൾ 10 കൊടുത്തപ്പോഴത്തേനും നമുക്ക് കറസ്പോണ്ടിങ് കിട്ടിയേക്കുന്ന വാട്ടർ കണ്ടന്റ് എന്ന് പറയുമ്പോൾ 40ക്കും 50%-ൻ്റെയും ബെറ്റ്വീനാണ്, ഒരു 45 ആണെന്ന് വിചാരിക്കാം. ദെൻ 20 നമ്പർ ഓഫ് ബ്ലോസ് കൊടുത്തപ്പോഴത്തേനും നമുക്ക് വാട്ടർ കണ്ടന്റ് കിട്ടിയേക്കുന്നത് നിയറർ ടു 40 ആണ്. ദെൻ 30 ആയപ്പം നമുക്ക് ഒരു 35-നടുത്ത് കിട്ടി. ദെൻ 40 നമ്പർ ഓഫ് ബ്ലോസ് കൊടുത്തപ്പോഴത്തേനും നമുക്കൊരു 25 വാട്ടർ കണ്ടന്റ് 25% വാട്ടർ കണ്ടന്റ് കിട്ടി. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് ബ്ലോസും വാട്ടർ കണ്ടന്റും വെച്ച് നിങ്ങൾ വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ദെൻ നമുക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് ലിക്വിഡ് ലിമിറ്റ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 നമ്പർ ഓഫ് ബ്ലോസ്, അതായത് എക്സ് ആക്സിസിൽ എവിടെയാണോ 25 നമ്പർ ഓഫ് ബ്ലോസ് നോക്കുക, അവിടുന്ന് വൈ ആക്സിസിന് പാരലായിട്ട് നിങ്ങൾ വരയ്ക്കുക.
വരയ്ക്കുമ്പോഴത്തേനും എവിടെയെങ്കിലും ഒരു പോയിന്റിൽ വന്ന് ഫ്ലോ കർവിൽ മീറ്റ് ചെയ്യും. ദെൻ അവിടുന്ന് എക്സ് ആക്സിസിന് പാരലായിട്ട് നിങ്ങൾ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, 25 നമ്മൾ വരച്ചു, അപ്വേർഡ് ഡയറക്ഷനിൽ വരച്ചു, ഫ്ലോ കർവിൽ ടച്ച് ചെയ്തു, ദെൻ അവിടുന്ന് എക്സ് ആക്സിസിന് പാരലായിട്ട് വരച്ചു. അപ്പം നമുക്ക് വാട്ടർ കണ്ടന്റ് കിട്ടി ഫ്രം വൈ ആക്സിസ്, ദാറ്റ് ഇസ് 36% എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ലാബിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ നമുക്കത് വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. Okay, next moves to the determination of plastic limit. Plastic limit is the water content at which the soil loses its plasticity and becomes semi-solid. ആ ഒരു പ്ലാസ്റ്റിസിറ്റി, അതിൻ്റെ ആ ഒരു പേസ്റ്റ് ഫോർമേഷൻ, അതിൻ്റെ ആ ഒരു മോൾഡ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി അതിന് നഷ്ടപ്പെട്ടിട്ട് അതൊരു ഹാർഡ് സ്റ്റേറ്റിലേക്ക്, സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്ന ആ ഒരു വാട്ടർ കണ്ടൻ്റ് ആണ് നമ്മൾ പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്പാരറ്റസ് ആ ഒരു സ്ലൈഡിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതിൽ കൂടെ ഒന്ന് നോക്കി പോവുക. ദെൻ ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് പറയാം. അതായത് സോയിൽ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് ഈസ് ഇൻ പേസ്റ്റ് ഫോമിലായിരിക്കും. അപ്പം പേസ്റ്റ് ഫോം എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് ക്യാൻ ബി മൗൾഡഡ് ടു എനി ഫോം ഓർ എനി ഷേപ്പ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും നമുക്ക് ആ സോയിലിനെ മോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിലാണ് അത് നമ്മൾ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണോ അതിനെ നമുക്ക് ആ ഒരു മോൾഡിങ് ചെയ്യാൻ പറ്റാതെ വരുന്നത്, അതായത് മോൾഡ് ചെയ്യുമ്പോഴത്തേനും അത് പൊടിഞ്ഞു പോകുന്നു, ക്രംബിൾ ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് ബ്രേക്ക് ചെയ്ത് പൊടിഞ്ഞ് ഇളവിയൊക്കെ പോവും എന്നുണ്ടെങ്കിൽ ആ സമയം അപ്പം നമ്മൾ മനസ്സിലാക്കണം ആ സോയിലിന് ആ പ്ലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു, അത് ഒരു സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ ഇതാണ് ആ ഒരു ബേസിക് കോൺസെപ്റ്റ്. സോ നമുക്കതിൻ്റെ ഒരു പ്രൊസീജിയർ ഡിസ്കസ് ചെയ്യാം. ഇവിടെയും 425 മൈക്രോൺ IS സീവിൽ കൂടെ പാസ് ചെയ്യുന്ന 30 ഗ്രാം സോയിൽ സാമ്പിൾ എടുക്കുക. അതൊരു ഇവാപ്പറേറ്റിംഗ് ഡിഷിലേക്ക് എടുക്കുക. അതായത് വാട്ടർ അബ്സോർബ് ചെയ്യാത്ത മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയേക്കുന്ന ഒരു ഡിഷ്, ഇവാപ്പറേറ്റിംഗ് ഡിഷിലേക്ക് എടുക്കുക. ദെൻ അതിൻ്റെ അകത്ത് സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആഡ് ചെയ്ത് നിങ്ങൾ അതൊരു പേസ്റ്റ് ഫോമിൽ എത്തിക്കുക. ദെൻ ആ പേസ്റ്റിൽ നിന്ന് 10 ഗ്രാം, അപ്രോക്സിമേറ്റ്ലി ഒരു 10 ഗ്രാം സോയിൽ എടുത്തിട്ട് നിങ്ങളൊരു ബോൾ ഷേപ്പിൽ ഫോം ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട്, ഓക്കെ, കയ്യിൽ വെച്ചിട്ട് നിങ്ങളതൊരു ബോൾ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുക. അതിനുശേഷം ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പ്ലേറ്റിലേക്ക് വെച്ചിട്ട് അതിനെ ഒരു ത്രെഡ് ഫോമിലേക്ക് റോൾ ചെയ്തെടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ദെൻ ഒരു റോളിംഗ് എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 1 ഫോർവേഡ് മൂവ്മെൻറ്റ് ആൻഡ് ദ ബാക്ക്വേർഡ് മൂവ്മെൻറ്റ്. ഫോർവേഡും ബാക്ക്വേർഡും കൂടെ ചേർന്നതാണ് നമ്മൾ ഒരു റോളിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റോളിങ്ങിൻ്റെ ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത് അതാണ്. അപ്പം ഈ ഒരു റേറ്റ് എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് റോളിംഗ് എന്ന് പറയുന്നത് 80 to 90 സ്ട്രോക്സ് പെർ മിനിറ്റ് ആണ്. ഓക്കെ, 80 to 90 സ്ട്രോക്സ് പെർ മിനിറ്റ്. ഓക്കെ, ദെൻ നമ്മളിങ്ങനെ റോള് ചെയ്യുമ്പോഴത്തേനും നമുക്കത് ഒരു 100 mm ലെങ്ത്, 100 mm ലെങ്തും 3 mm ഡയമീറ്ററും, അതായത് 3 mm ഡയമീറ്ററിനേക്കാളും കുറവായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു സോയിൽ ത്രെഡ് ഫോം ചെയ്തെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ആ ഒരു വാട്ടർ കണ്ടന്റ് ഈസ് ഗ്രേറ്റർ ദാൻ പ്ലാസ്റ്റിക് ലിമിറ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് അതിൻ്റെ അകത്ത് സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കണ്ടന്റ് ഉണ്ട്, അത് സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ആവാൻ തുടങ്ങിയിട്ടില്ല, നമുക്ക് ഈസി ആയിട്ട് അതിനെ മോൾഡ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ദെൻ ആ ഒരു സാമ്പിളിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്ത് നിങ്ങൾ ഓവൻ ഡ്രൈൻ ചെയ്ത് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കുക. ഓക്കെ, ദെൻ ഈ സോയിൽ സാമ്പിൾ തന്നെ വീണ്ടും നിങ്ങൾ നെഡ് ചെയ്യുക, മീൻസ് വീണ്ടും അത് ബോൾ ഷേപ്പിലേക്ക് ആക്കുക. അപ്പം ഇത് വീണ്ടും നമ്മൾ ബോൾ ഷേപ്പിലേക്ക് ആക്കുമ്പം നമ്മുടെ കയ്യിലെ ഒരു ഹീറ്റ്, കയ്യിൽ നമുക്ക് നമ്മുടെ ഒരു ബോഡി ടെമ്പറേച്ചർ, ആ ഒരു ടെമ്പറേച്ചറും ദെൻ അറ്റ്മോസ്ഫിയറിക് ഇവാപ്പറേഷനൊക്കെ കൊണ്ട് കുറച്ചൊരു വാട്ടർ കണ്ടന്റ് അതിൽ നിന്ന് പോയിട്ടുണ്ടാവും. ദെൻ വീണ്ടും അതിനെ ബോൾ ഷേപ്പിലേക്ക് ആക്കിയിട്ട് വീണ്ടും റോൾ ചെയ്ത് ഈ ഒരു എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുക.
ദെൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എപ്പോഴാണോ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 3 mm ഡയമീറ്റർ ഉള്ള 100 mm ലെങ്ത് ഉള്ളൊരു സോയിൽ ത്രെഡ് ക്രംബിൾ ഒന്നും ആവാണ്ട് കിട്ടുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് ആണ് നമ്മൾ പ്ലാസ്റ്റിക് ലിമിറ്റ് ആയിട്ട് എടുക്കുന്നത്. 3 mm കുറവ് ഡയമീറ്റർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വാട്ടർ കണ്ടന്റ് ഈസ് ഗ്രേറ്റർ ദാൻ പ്ലാസ്റ്റിക് ലിമിറ്റ് എന്നാണ്. അപ്പം നമുക്ക് അപ്രോക്സിമേറ്റ് 3 mm ഡയമീറ്ററിൽ തന്നെ എത്തിക്കാൻ നോക്കുക. ദെൻ ക്രംബിൾ ആവുകയും ചെയ്യരുത്. ആ ഒരു കറസ്പോണ്ടിങ് വാട്ടർ കണ്ടന്റിനെ പ്ലാസ്റ്റിക് ലിമിറ്റ് ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തെടുക്കുന്നു. മീൻസ് അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് ലിമിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ വീണ്ടും എക്സ്പെരിമെൻ്റ് കണ്ടിന്യൂ ചെയ്തു എന്ന് വെച്ചോ. അപ്പം അങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണ് എങ്കിൽ നമുക്ക് ഈ ഒരു സോയിൽ സാമ്പിളിനെ നമുക്കിങ്ങനെ റോൾ ചെയ്ത് ഒരു 3 mm ഡയമീറ്റർ ഒന്നും എത്തിക്കാൻ പറ്റില്ല. അതിന് മുമ്പിട്ട് തന്നെ അത് ക്രംബിൾ ചെയ്യാൻ തുടങ്ങും. അതായത് അതിൻ്റെ വാട്ടർ കണ്ടന്റ് കുറഞ്ഞ് അത് എവിടെ എത്തി, അതൊരു സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് എത്തി. ഒരു പ്ലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞ് അത് സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് കയറി എന്നാണ് അർത്ഥം. അപ്പം നമുക്കതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് മൗൾഡ് ചെയ്യാനോ അതിനെ ത്രെഡ് ആക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. അത് ക്രംബിൾ ചെയ്ത് അത് പൊടിഞ്ഞു പോകും. അതാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ്. അപ്പോൾ കറസ്പോണ്ടിങ് ആ ഒരു വാട്ടർ കണ്ടന്റ്, അതായത് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ എപ്പോഴാണോ നമുക്ക് 3 mm ഡയമീറ്ററിൽ ഒരു 100 mm ലെങ്തിൽ ആ ഒരു സോയിൽ ത്രെഡ് ക്രംബിൾ ഒന്നും ആവാണ്ട് നമുക്ക് കിട്ടുന്നത്, ആ കറസ്പോണ്ടിങ് വാട്ടർ കണ്ടന്റ് ഓവൻ ഡ്രൈയിങ് മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുക. ആൻഡ് ദാറ്റ് ഈസ് റെക്കോർഡഡ് ആസ് പ്ലാസ്റ്റിക് ലിമിറ്റ്. സോ നിങ്ങളുടെ സ്ലൈഡ് നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് സെക്കൻഡ് ഫിഗർ നോക്കുക. അതായത് നമ്മൾ സോയിൽ സാമ്പിൾ എടുത്തിട്ട് ഒരു പേസ്റ്റ് ഫോമിലേക്കാക്കി ഇൻ ഇവാപറേഷൻ ഡിഷ്. അതിനുശേഷം അതിൽ നിന്ന് കുറച്ച് സോയിൽ എടുത്തിട്ട് നമ്മൾ ബോളായിട്ട് ഫോം ചെയ്തെടുത്തു. ദെൻ അതിനുശേഷം ഒരു ഗ്ലാസ് പ്ലേറ്റ് അല്ലെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു സർഫസിൽ വെച്ചിട്ട് നമ്മൾ അതിനെ റോൾ ചെയ്തെടുക്കുന്നു. ദെൻ അപ്പോൾ ആ റോള് ചെയ്തെടുക്കുമ്പോഴത്തേനും നമുക്ക് 3 mm ചെറിയ ഡയമീറ്ററിൽ വളരെ പെട്ടെന്ന് തന്നെ അതിനെ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റിയെങ്കിൽ അതിൻ്റെ അർത്ഥം വാട്ടർ കണ്ടന്റ് കൂടുതലാണ്, പ്ലാസ്റ്റിക് ലിമിറ്റിനേക്കാളും കൂടുതലാണ്. അപ്പം അത് ഒരു ലിക്വിഡ് സ്റ്റേജ്, പ്ലാസ്റ്റിക് സ്റ്റേജിൻ്റെ ആ ഒരു ലിമിറ്റ് അങ്ങ് നിൽക്കുകയാണെന്ന് അതിൻ്റെ മീനിങ്. സോ നമ്മൾ വീണ്ടും സെയിം സാമ്പിൾ തന്നെ എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ നമ്മൾ റോൾ ചെയ്തെടുക്കുന്നു. അപ്പോൾ റോൾ ചെയ്തെടുക്കുമ്പോഴത്തേനും നമുക്ക് അപ്രോക്സിമേറ്റ് കറക്റ്റ് ഒരു 3 mm ഡയമീറ്ററിൽ തന്നെ ക്രംബ്ലിംഗ് ഒന്നും സംഭവിക്കാതെ സോയിൽ ത്രെഡ് ഫോം ചെയ്തെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റിനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഈ ഓരോ തവണ റോൾ ചെയ്തതിന് ശേഷവും നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് ഓവൻ ഡ്രൈയിങ് മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുക. ദെൻ നമ്മൾ പിന്നെയും ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ കണ്ടന്റ് അങ്ങ് കുറഞ്ഞ് വരുമ്പോൾ നമുക്കിത് റോൾ ചെയ്യാൻ പറ്റാതെ വരും. ക്രംബിൾ ഫോം ചെയ്യും, അത് പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും. അത് നമുക്കങ്ങനെ ആ ഒരു റോൾ ഫോമേഷൻ ആ ഒരു ത്രെഡ് ആയിട്ട് കിട്ടത്തില്ല. അത് ആ ഒരു പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് കയറി എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. സോ നെക്സ്റ്റ് ഈസ് ഷ്രിങ്കേജ് ലിമിറ്റ്. Determination of shrinkage limit. So shrinkage limit എന്താണ്? It is the water content at which the soil changes from semi-solid state to solid state. ഹാർഡ് സ്റ്റേറ്റിലേക്ക് ഒരു സോയിൽ ചേഞ്ച് ആവുന്ന വാട്ടർ കണ്ടന്റിനെയാണ് നമ്മൾ ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു എക്സ്പെരിമെൻറ്റും വളരെ സിമ്പിളാണ്. അപ്പം ഇത് ശരിക്കും സെയിം 425 മൈക്രോൺ സീവിൽ കൂടെ പാസ് ചെയ്യുന്ന സോയിൽ സാമ്പിൾ എടുക്കുക. ദെൻ അതിലേക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്ത് ഒരു യൂണിഫോം പേസ്റ്റ് ആക്കി മാറ്റുക. യൂണിഫോം കളറുള്ള യൂണിഫോം വാട്ടർ കണ്ടന്റ് എല്ലായിടത്തും കൊടുത്ത് ആ ഒരു യൂണിഫോം പേസ്റ്റ് ഫോം ചെയ്തെടുക്കുക. സോ അതാണ് നിങ്ങളുടെ എക്സ്പെരിമെൻറ്റ് സ്പെസിമെൻ. ദെൻ ആ പേസ്റ്റ് നിങ്ങൾ ഷ്രിങ്കേജ് ഡിഷിലേക്ക് ഫില്ല് ചെയ്യുക. ഷ്രിങ്കേജ് ഡിഷ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഷ്രിങ്കേജ് ഡിഷിലേക്ക് ഫില്ല് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ വെയിറ്റ് എടുക്കുക, അതിൻ്റെ വോളിയം എടുക്കുക. അപ്പോൾ വെയിറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും വെയിറ്റ് ഓഫ് ദ സോയിൽ ആണല്ലേ. വെയിറ്റ് ഓഫ് ദ സോയിൽ W1 എന്ന് നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. ദെൻ വോളിയം എന്ന് പറയുന്നതും വാട്ടർ ഉണ്ട്, സാച്ചുറേറ്റഡ് വോളിയമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വാട്ടർ ഉള്ളതുകൊണ്ട്, സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഉള്ളത് കൊണ്ട് തന്നെ സാച്ചുറേറ്റഡ് വോളിയം V1
നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യല്ല, മീൻസ് അത് നിങ്ങൾ എക്സ്പെരിമെൻ്റലി ഡിറ്റർമൈൻ ചെയ്തെടുക്കുക. സോ ഈ വോള്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീൻസ് എക്സ്പെരിമെൻ്റലി ഡിറ്റർമൈൻ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു മെർക്കുറിയാണ്. ദെൻ അതിനുശേഷം W1 കിട്ടി, V1 കിട്ടി. അതിനുശേഷം ഈ സെയിം സ്പെസിമൻ തന്നെ ഷ്രിങ്കേജ് ഡിഷിൻ്റെ അകത്തിരിക്കുന്ന ഈ ഒരു സെയിം സോയിൽ സാമ്പിൾ തന്നെ അതുപോലെ കൊണ്ടുപോയി നിങ്ങൾ ഓവനിൽ വെക്കുക ഫോർ 24 hours. 24 hours നിങ്ങളത് ഓവനിൽ വെക്കണം അറ്റ് എ ടെമ്പറേച്ചർ 110 degrees Celsius to 115 degrees Celsius. 110 മുതൽ 115 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറിൽ ഇതിനെ ഹീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ആ ഒരു സോയിൽ സാമ്പിളിൻ്റെ വെയിറ്റ് എടുക്കുക. അതെന്ന് പറയുന്നത് ഡ്രൈ വെയിറ്റ് ആയിരിക്കുമല്ലോ. സോ അത് നിങ്ങൾ WD എന്ന് നോട്ട് ചെയ്യുക. ദെൻ ആ ഡ്രൈ സോയിൽ സാമ്പിളിൻ്റെ വോളിയവും നിങ്ങൾ ഡിറ്റർമൈൻ ചെയ്യുക VD എന്ന്. അപ്പോൾ W1 കിട്ടി, V1 കിട്ടി, WD കിട്ടി ആൻഡ് VD കിട്ടി. അതിനുശേഷം ഈ ഷ്രിങ്കേജ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. W1 മൈനസ് WD മൈനസ് V1 മൈനസ് VD ഇൻറ്റു ഗാമ W, അതായത് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ, അതർവൈസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ, ഡിവൈഡഡ് ബൈ WD ഇൻറ്റു 100. ഓക്കെ. സോ അപ്പോൾ W1 നമ്മുടെ കയ്യിലുണ്ട്, അത് ശരിക്കും വെറ്റ് വെയിറ്റ് ഓഫ് ദ സോയിൽ സാമ്പിൾ ആണ്. WD ഈസ് ദ ഡ്രൈ വെയിറ്റ് ഓഫ് ദ സോയിൽ സാമ്പിൾ ആണ്. ദെൻ V1 ഈസ് ദ വോളിയം ഓഫ് ദ വെറ്റ് സോയിൽ സാമ്പിൾ ആൻഡ് VD ഈസ് ദ വോളിയം ഓഫ് ഡ്രൈ സോയിൽ സാമ്പിൾ. ദെൻ ഗാമ W ഈസ് ദ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ വാട്ടർ. ദെൻ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 100. ക്ലിയർ ആണല്ലോ? സോ ഈ 3 എക്സ്പെരിമെൻറ്റും നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ലാബിൽ ചെയ്യും. ഇമ്പോർട്ടൻ്റ് എക്സ്പെരിമെൻറ്റ്സ് ആണ് ഇത് 3ഉം. സോ നിങ്ങളുടെ മൊഡ്യൂൾ 1 സിലബസ് നോക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഒരു പ്രോബ്ലം ഡെറിവേഷൻ, അതായത് ഫങ്ഷണൽ റിലേഷൻഷിപ്പും എസ്റ്റിമേഷൻ ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രോപ്പർട്ടീസ്, അതായത് ഒരു 3-4 ഡെറിവേഷൻസ് ആൻഡ് അതിൻ്റെ പ്രോബ്ലംസ് ഒഴിച്ച് ബാക്കി ഫസ്റ്റ് മൊഡ്യൂൾ successfully completed. Thank you. Stay home, stay safe and study well. Okay.